ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വിദേശ പഴച്ചെടികൾ നട്ടുവളർത്തുന്നത് വ്യാപകമായി കൊണ്ടിരിക്കുകയാണല്ലോ. അത്തരം പഴച്ചെടികൾ നടുമ്പോൾ പലർക്കും സംശയങ്ങളുണ്ടാകും, ഏതൊക്കെ വിദേശ പഴച്ചെടികൾക്കാണ് മുൻഗണന നൽകേണ്ടതെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന 2 മികച്ച വിദേശ ഇനം പഴച്ചെടികളെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ പരിചയപ്പെടുത്തുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ വിദേശ പഴച്ചെടികൾ നടുന്നവർ ആദ്യ പരിഗണന നൽകേണ്ട ഒരു പഴച്ചെടിയാണ് അബിയു. പെട്ടെന്ന് തന്നെ കായ്ഫലം കിട്ടും എന്നതാണ് ഈ പഴച്ചെടിയുടെ ഒരു പ്രത്യേകത. വിത്തിട്ട് മുളപ്പിച്ച തൈകൾ 2-ാം വർഷം തന്നെ പൂക്കും. എന്നാൽ ആദ്യ തവണ പൂക്കളെല്ലാം കൊഴിഞ്ഞു പോവുകയാണ് പതിവ്. തൊട്ടടുത്തുള്ള സീസൺ മുതൽ നന്നായിട്ട് കായ്ഫലം ലഭിച്ചു തുടങ്ങും. പെട്ടെന്ന് തന്നെ കായ്ഫലം ലഭിക്കുമെന്നതിനാൽ ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. നല്ല പാകമായ അബിയു പഴം നല്ല മഞ്ഞ നിറത്തിലാണ് കാണുന്നത്. മരത്തിൽ നിന്ന് നന്നായിട്ട് പഴുത്ത പഴം മാത്രമേ നമ്മൾ പറിച്ചെടുത്ത് ഉപയോഗിക്കാവൂ. അല്ലെങ്കിൽ ചെറിയ കറ പഴത്തിനുള്ളിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ട്. കാഴ്ചയിൽ എഗ് ഫ്രൂട്ട് പോലെ തോന്നിക്കുന്ന അബിയു പഴത്തിനുള്ളിൽ 1-2 വിത്തുകളാണ് സാധാരണയായിട്ടുണ്ടാവുക. അതുപോലെ നല്ല ടേസ്റ്റുള്ള ഒരു പഴം കൂടിയാണ് അബിയു. ഈ ഫംഗസ് ബാധ ഉണ്ടാകാൻ സാധ്യത കൂടുതലുള്ള ഒരു പഴച്ചെടിയാണിത്. നമുക്കത് ഈ സാഫ് പോലുള്ള കുമിൾനാശിനികൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു പരിധിവരെ ഇതിനെ മറികടക്കാൻ പറ്റും. പഴം കായ്ച്ചു കഴിയുമ്പോൾ കായ്ച്ചയുടെ ശല്യം കൂടുതലായിട്ട് ഇതിൽ കണ്ടുവരാറുണ്ട്. അത് നമുക്ക് ഈ കായ്ച്ച കെണികൾ വെച്ചുകൊണ്ട് കായ്ച്ചയുടെ ശല്യം നമുക്ക് ഒരു പരിധിവരെ നിയന്ത്രിച്ച് നിർത്താൻ പറ്റും. ഈ അബിയു പഴങ്ങൾ വലിയ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന 1-ാമത്തെ പഴം. നമ്മുടെ വീട്ടുവളപ്പിൽ നിർബന്ധമായും നട്ടിരിക്കേണ്ട മറ്റൊരു പഴച്ചെടിയാണ് മിൽക്ക് ഫ്രൂട്ട് അഥവാ ജമൈക്കൻ സ്റ്റാർ ആപ്പിൾ. കരീബിയൻ രാജ്യമായ ജമൈക്കയിൽ ഇത് ധാരാളമായിട്ട് കാണപ്പെടുന്നത് കൊണ്ടായിരിക്കണം ഇതിനെ ജമൈക്കൻ സ്റ്റാർ ആപ്പിൾ എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇതിൻ്റെ പഴം നമ്മൾ കുറുകെ കട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അകത്തൊരു സ്റ്റാറിൻ്റെ ഷേപ്പാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇതിനെ സ്റ്റാർ ആപ്പിൾ എന്നുള്ള പേരിലും അറിയപ്പെടുന്നത്. പ്രധാനമായിട്ടും ഇത് പർപ്പിൾ, ഗ്രീൻ എന്നീ 2 വെറൈറ്റികളിലാണ് കാണപ്പെടുന്നത്. ഗ്രീൻ വെറൈറ്റി നന്നായിട്ട് പാകമായി കഴിയുമ്പോൾ ചെറിയ ഒരു ബ്രൗൺ ഷെയ്ഡിലേക്ക് മാറും. ഇതിൻ്റെ പഴം മരത്തിൽ നിന്ന് തന്നെ നന്നായിട്ട് പഴുത്ത ശേഷം മാത്രമേ നമ്മൾ പറിച്ചെടുത്ത് ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നല്ല കറയുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇതിൽ ഒരു പാല് പോലെ കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ മിൽക്ക് ഫ്രൂട്ട് എന്ന പേരിലും അറിയപ്പെടുന്നത്. സൂക്ഷിപ്പ് കാലാവധി വളരെ കുറഞ്ഞ ഒരു പഴമാണ് മിൽക്ക് ഫ്രൂട്ട്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഇത് വാങ്ങാൻ കിട്ടുന്ന ഒന്നല്ല. ഇതിൻ്റെ പഴത്തിന് ഒരു കരിക്കിൻ്റെ ടേസ്റ്റാണുള്ളത്. ഇതിൻ്റെ തൈകൾ വാങ്ങുന്നവർ ഗ്രാഫ്റ്റ് ചെയ്ത തൈകളോ അല്ലെങ്കിൽ ലെയർ ചെയ്ത തൈകളോ വാങ്ങുന്നതായിരിക്കും നല്ലത്. കുരു നട്ട് മുളപ്പിച്ച തൈകളാണെങ്കിൽ കായ്ക്കാൻ 8 വർഷം വരെ സമയമെടുക്കും. അതേസമയം ഗ്രാഫ്റ്റ് ചെയ്ത തൈകളൊക്കെ ആണെങ്കിൽ ഒരു 2-3 വർഷത്തിനകം തന്നെ നമുക്ക് അതിൽ നിന്ന് കായ്ഫലം കിട്ടും. ഇതിൻ്റെ ഇലയുടെ മേൽഭാഗം നല്ല കടും പച്ച നിറത്തിലും അതുപോലെ തന്നെ അടിഭാഗത്ത് ഗോൾഡൻ കളറിലുമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഓർണമെൻ്റൽ പ്ലാന്റ് ആയിട്ട് നമ്മുടെ വീട്ടുമുറ്റങ്ങളിലൊക്കെ നട്ട് വളർത്താവുന്ന ഒന്നാണ്. നന്നായിട്ട് പ്രൂൺ ചെയ്ത് നിർത്തുകയാണെങ്കിൽ നല്ലൊരു ഓർണമെൻ്റൽ പ്ലാന്റ് ആയിട്ട് നമുക്ക് വീടിൻ്റെ മുറ്റങ്ങളിൽ നട്ട് വളർത്താൻ പറ്റും. ഞാൻ മുൻഗണന നൽകുന്ന പഴങ്ങൾ എന്ന രീതിയിലാണ് ഈ മിൽക്ക് ഫ്രൂട്ടിനെയും അബിയുവിനെയും പറ്റി പറഞ്ഞത്. ഇപ്പോൾ ഞാൻ പരിചയപ്പെടുത്തിയ ഈ 2 പഴങ്ങൾ കൂടാതെ വീട്ടുവളപ്പിൽ നടാൻ പറ്റിയ നിരവധി വിദേശ പഴച്ചെടികളുണ്ട്. ഇപ്പോൾ കേരളത്തിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്നവയാണ് ഈ മിൽക്ക് ഫ്രൂട്ടും അതുപോലെ തന്നെ അബിയുവും. വ്യത്യസ്തമായ പഴങ്ങൾ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഈ 2 പഴങ്ങളും നട്ടുവളർത്താൻ ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.